പാർട്ട് 2 വീഡിയോ ഓഫ് കോയമ്പത്തൂർ ട്രിപ്പ് ആട്ടോ. പാർട്ട് 1 കാണാത്തവർ ഓടിപ്പോയി കണ്ടിട്ട് വായോട്ടോ. ഇത് ഞാൻ പറഞ്ഞ നിർത്തിയ പോലെ തന്നെ നമ്മളൊരു കാട്ടിലേക്കാണ് നെക്സ്റ്റ് ഡേ പോയത്. കാട് വേറൊന്നുമല്ല, അങ്ങ് അറ്റത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു വാട്ടർഫോൾസ് ഉണ്ട് പറഞ്ഞിട്ടോ. ആക്ച്വലി ഞാനത് കുറച്ച് നാൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ എക്സാക്ട് സ്പോട്ടിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. എന്തായാലും നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മൾ പോകുന്നത്. അവിടുന്ന് നമ്മൾ ഈ ഒരു ബസ്സിൽ കയറ്റിയിട്ട് വേണം നമ്മൾ അറ്റത്ത് കൊണ്ടുവിടും. അതിൻ്റെ അറ്റത്ത് ഒരു പെരിയ വാട്ടർഫോൾസ് ഉണ്ട്, ഭയങ്കര സീനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബിൽട്ടപ്പ് ഒക്കെ കൊടുത്തു. ആൻഡ് നമ്മളുടെ കൂടെ ബസ്സിൽ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി നല്ലൊരു രസമുള്ള സംഭവമായിരുന്നു. കാടും കുറേ ഫോറസ്റ്റ് ക്യാമ്പിങ് ഏരിയ അങ്ങനത്തെ കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു വാട്ടർഫോൾസിൻ്റെ തൊട്ട് മുന്നേ കൊണ്ടുപോയി വണ്ടി നിർത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് അവിടെ നിന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ അതാരും എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടിട്ട് തന്നെ നല്ല പാടായിരുന്നു. ഈ അമ്മയൊക്കെ കയറുന്ന കയറ്റം കണ്ടോ, മല കയറുന്ന പോലെ ആയിരുന്നു ഇത് മൊത്തം കയറി. ബിക്കോസ് നമ്മൾ തലേദിവസം അത്യാവശ്യം ടയേർഡായിരുന്നു. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമ്മൾക്ക് അത്ര ഹാപ്പിനെസ് ഒന്നും ഈ ഒരു നടപ്പിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും വിചാരിച്ചിട്ട് പിന്നെയും നടന്ന് അറ്റത്തെത്തിയപ്പോഴത്തേക്കും കാട്ടുകുരങ്ങൻ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നില്ലേ, കാട്ടുകുരങ്ങനെ കണ്ടിട്ടുള്ള നോട്ടമായിരുന്നു. ആൻഡ് വാട്ടർഫോൾസ് നിങ്ങൾക്ക് കാണിക്കാൻ പോലും ഉണ്ടായില്ല ഗൈസ്. ബിക്കോസ് നമ്മുടെ അതിരമ്പള്ളി ഒന്നും കാണാത്തവരായിരിക്കും മേ ബി ഇതൊക്കെ ഒരു വാട്ടർഫോൾസ്. ചെറിയൊരു തോടറ്റത്ത് വന്നിട്ട് ഇച്ചിരിച്ച വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നുണ്ട്. അതിനാണ് ഇവർ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആക്ച്വലി കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുരങ്ങനൊക്കെ ഫുഡ് കൊടുത്ത് നമ്മൾ ഒരു ചായ കുടിച്ച് തിരിച്ച് നമ്മുടെ ട്രിപ്പ് ഓണാക്കി മന്തിയൊക്കെ കഴിച്ച്. ആൻഡ് ഈ ഒരു പള്ളി നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇത് അന്തോണീസ് പുണ്യവാളൻ്റെ ഭയങ്കര അത്ഭുതം സംഭവിക്കുന്ന ഭയങ്കര അത്ഭുതമുള്ള ഒരു പള്ളിയാണ്. ആൻഡ് റിട്ടേൺ വരുന്നവരെ നമ്മൾ അവിടെയും കയറി. ആൻഡ് എൻ്റെ ഫ്രണ്ട് അക്കീനെയും കണ്ടിട്ടാണ് നമ്മൾ റിട്ടേൺ വന്നത്.